നമസ്കാരം കൂട്ടുകാരെ, ഞാൻ തോമസ്. നിങ്ങൾ ICICI ബാങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ICICI ബാങ്കിൽ നിന്ന് വരുന്നത്. അവരുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഈ വേക്കൻസി ഉണ്ട്. ബൾക്ക് വേക്കൻസിയാണ്. അപ്പം ഒരുപാട് വേക്കൻസി ഉണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ, അപേക്ഷിക്കേണ്ട രീതിയിൽ അപേക്ഷിച്ചാലേ നിങ്ങൾക്ക് സെലക്ഷൻ വരികയും നിങ്ങളുടെ ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആദ്യമായിട്ട് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യുക. ആസ് ഓൺ ഡേറ്റ് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏത് തരത്തിലാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ, മറ്റുള്ള കാര്യങ്ങൾ എന്താണോ, അതെല്ലാം വെച്ചുകൊണ്ട് CV നിങ്ങൾ ആദ്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് അപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ അപേക്ഷിക്കുവാൻ വേണ്ടി ആർക്കും ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല. ഓൺലൈൻ ഫ്രീ അപേക്ഷയാണ് നടത്തേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെല്ലാം കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ ആദ്യം അറിയിക്കുകയാണ്. നിങ്ങൾ ക്ലിയറായിട്ടും വീഡിയോ മൊത്തം കാണുകയും ചെയ്യണം. മൊത്തം കാണുകയും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് അപേക്ഷിക്കുവാനും, അത് കണക്ക് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞ് അത് എത്ര പെട്ടെന്ന് തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ അപേക്ഷിക്കുക. ഏത് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നതെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ കെയർഫുള്ളി ആയിട്ട് ആപ്ലിക്കേഷൻ ഞാൻ എങ്ങനെ അത് സബ്മിറ്റ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ബൾക്ക് ക്വാണ്ടിറ്റിയുമേ വേക്കൻസി എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. 10 തൊട്ട് 10, 12 ഗ്രാജുവേറ്റ്, അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഇതിന് അപേക്ഷിക്കാൻ പറ്റും. ശരി, എന്നാൽ നമുക്ക് എങ്ങനെ ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്, ആപ്ലിക്കേഷൻ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് അതിലേക്ക് കിടക്കാം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ICICI ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് 2024-25 വേക്കൻസിയെ പറ്റി പറയുകയാണ്. വേക്കൻസി ICICI ബാങ്ക് ജോബ് വേക്കൻസി 2024. ഓർഗനൈസേഷൻ ICICI ബാങ്ക്. പോസ്റ്റ് നെയിം വളരെയേറെ പോസ്റ്റുകളുണ്ട്. നിങ്ങളുടെ ഇത് മെയിനായിട്ടുള്ളത് നിങ്ങളുടെ CV, റെസ്യൂം അല്ലെങ്കിൽ ബയോഡേറ്റ നിങ്ങൾ ശരിയായിട്ടുണ്ടാക്കണം. ബയോഡേറ്റയുടെ പുറത്താണ് ഈ കാര്യങ്ങൾ കൂടുതലും നടക്കുന്നത്. അവർ നിങ്ങളെ തിരിച്ചു വിളിക്കണമെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഫോണിലോ ഇമെയിലിലോ അവരുടെ മെസ്സേജ്, കമ്പനിക്കാരുടെ മെസ്സേജ് വരണമെങ്കിൽ തീർച്ചയായിട്ടും, ICICI ബാങ്കിൻ്റെ മെസ്സേജ് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ CV ഒന്നാമതായി നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കി നമ്മൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് വിളി വരത്തില്ല. നിങ്ങളുടെ ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂം നല്ല കണക്കുണ്ടാക്കുക. ആദ്യമായി HR മാനേജർ, ബ്രാഞ്ച് മാനേജർ, അക്കൗണ്ട് മാനേജർ, റിലേഷൻഷിപ്പ് മാനേജർ, ബ്രാഞ്ച് ക്രെഡിറ്റ് മാനേജർ, സീനിയർ ഓഫീസർ, സെയിൽസ് ആൻഡ് റിലേഷൻഷിപ്പ്, പ്രൊവിഷണറി ഓഫീസർ, ഹെൽപ്പർ ആൻഡ് അതേഴ്സ്. അപ്പം ഹെൽപ്പർ ആൻഡ് അതേഴ്സ് എല്ലാ തരത്തിലുള്ള വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് 10 പാസ്സായവർക്കും അല്ലെങ്കിൽ 12 പാസ്സായവർക്കും ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും എല്ലാം ഇതിനകത്ത് അപേക്ഷിക്കാം. എല്ലാവർക്കും പറ്റിയ അതായത് ICICI ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയിലെ നമ്പർ 1 ബാങ്കാണ് ICICI ബാങ്ക്. ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 10,000 വേക്കൻസീസ്. 10,000 കൂടുതൽ വേക്കൻസി ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ മോഡ് എന്ന് പറയുന്നത് ഓൺലൈൻ അപ്ലൈ ആണ്. ഇതിലുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിലും എല്ലാവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ICICI ബാങ്ക് ജോബ് വേക്കൻസി 2024 സാലറി എന്ന് പറയുന്നത് ഇതൊരു അപ്രോക്സിമേറ്റ് സാലറിയാണ്. അതായത് ഓരോ പോസ്റ്റിനും അതിൻ്റെ അനുസരിച്ചിരിക്കും. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് സാലറിയാണ് ഈ പറയുന്നത്. 23,000 തൊട്ട് 75,000 രൂപ വരെ പെർ മന്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുക. ICICI ബാങ്കിന്റെ ഇത് സാലറി അത്ര ചെറുതല്ല. പക്ഷെ നിങ്ങൾ അവിടെ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റിനും പല തരത്തിലുള്ള സാലറി, എങ്കിലും അതിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജ് ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മിനിമം ഏജ് 18 വർഷമാണ്. മാക്സിമം എന്ന് പറയുന്ന നോ ലിമിറ്റ് ആണ്. പക്ഷെ ഓരോ വേക്കൻസിക്കും അല്ലെങ്കിൽ ഓരോ പോസ്റ്റിനും പർട്ടിക്കുലർ വേക്കൻസിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണിക്കും ഇതെത്രയാണെങ്കിലും നോ ലിമിറ്റ് ആണ് മിക്കതിനും. ആപ്ലിക്കേഷൻ ഫീസ് നില്ലാണ്.
ഓൺലൈൻ ആപ്ലിക്കേഷനാണ്, ആപ്ലിക്കേഷൻ ഫീസ് നില്ലാണ്. ഓൺലൈനിലേ അവർ സ്വീകരിക്കത്തുള്ളൂ. നമ്മൾ ICICI ഏതെങ്കിലും ബ്രാഞ്ചിൽ കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ സ്വീകരിക്കത്തില്ല. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട്, അത് ഞാൻ താഴെ കാണിക്കുന്നുണ്ട്, അവിടുന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നമുക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റും. അപ്പം സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, സെലക്ഷൻ പ്രോസസ് നോ എക്സാം, ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചിലപ്പോൾ വന്നേക്കാം, ഇന്റർവ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, പക്ഷേ എക്സാം എന്ന് പറയുന്നതില്ല. ഇത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ICICI ബാങ്കിന്റെ വേക്കൻസി. അത് എക്സാം ഇല്ലാതെ നമ്മൾ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക്, ഇനി നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th 12th ഗ്രാജുവേറ്റ് ഫ്രം റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുകൂടാതെ ITI ആൻഡ് ഡിപ്ലോമ. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, 10 പാസ്സായവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം, 12 പാസ്സായവർക്ക്, ഗ്രാജുവേറ്റുകാർക്കും, അതുകൂടാതെ ITI ഡിപ്ലോമ എല്ലാ ആൾക്കാർക്കും തരത്തിലുള്ള പോസ്റ്റ് ഇതിനകത്തുണ്ട്. അപ്പം ആരും വിട്ടുകളയല്, ഈ വീഡിയോ കാണുന്നവർ ഒരിക്കലും ഇത് വിട്ടുകളയല്. നമുക്ക് ഈ കേരളത്തിൽ, ഞാൻ നേരത്തെയും പറഞ്ഞു, കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും വീഡിയോ ചെയ്യാറില്ല. ഞാനാണെന്ന് തോന്നുന്നു ഇങ്ങനെ ആദ്യമായിട്ട് ഇത് കണക്ക് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കണം, അപേക്ഷിച്ചിരിക്കണം. പക്ഷേ മെയിനായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂം അല്ലെങ്കിൽ CV അത് നിങ്ങൾ നല്ല കണക്ക് ഉണ്ടാക്കുക. അതിലാണ് മെയിൻ. അത് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പലരും എനിക്ക് ഇത് മെസ്സേജ് ഇടും, ഇത് എത്ര വയസ്സ്. ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ഇത് അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഏജ് എങ്ങനെ ഇതിൻ്റെ അപേക്ഷിക്കുന്നതെന്നൊക്കെ. എങ്കിലും ഇത് വീഡിയോ മൊത്തം കാണാതെ പലരും മെസ്സേജ് ഇടും, ഇത് ഞാൻ 10 പാസ്സായിട്ടുള്ളൂ, എനിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ, ഞാൻ 12 പാസ്സായിട്ടുള്ളൂ, ഇത് എത്ര വയസ്സ് വരെയായിരുന്നു ഇതിൻ്റെ എലിജിബിൾ ക്വാളിഫിക്കേഷൻ, ഇതിന്റെ ലിമിറ്റ് എത്രയാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഇപ്പൊ ഈ ഒരു വീഡിയോ മാത്രമല്ല, നമ്മൾ ഇപ്പൊ ICICI ബാങ്ക് ഇട്ടാൽ അടുത്ത വീഡിയോ നമ്മൾ ഉണ്ടാക്കും. അപ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി അത് ഓർമ്മ നിൽക്കത്തില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ മൊത്തം കാണുക എന്നുള്ളതാണ്. വീഡിയോ മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കാണുക. ഇതിനു വേണ്ടുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, CV, റെസ്യൂം, മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുന്നേ എല്ലാം തയ്യാറാക്കി വെച്ചോണ്ട് വേണം. ഇവിടെ ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കൊടുക്കുക എന്നുള്ളത് അവരവിടെ വെബ്സൈറ്റിൽ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്, ഏജ് പ്രൂഫ്. ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി നിങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈനായിട്ട് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൾറെഡി സ്റ്റാർട്ടഡ്. ഇത് തുടങ്ങിക്കഴിഞ്ഞു, അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ്, അത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആസ് സൂൺ ആസ് പോസിബിൾ. അവർ ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവരുടെ നോട്ടിഫിക്കേഷനിൽ ഇത് തന്നിട്ടില്ല. എപ്പോഴാണ് അവരിത് ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നെന്നുള്ളത് അവിടുന്ന് അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റിൽ ഇത് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ അവരിടും, ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന് അപേക്ഷിക്കണം. നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റീഡയറക്റ്റ് ആയിട്ട് ഇത് ഇവിടുന്ന് നിങ്ങൾ ഒന്നെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ഓൺലൈൻ നമ്മൾ ഇവിടുന്ന് നിങ്ങൾ ഒന്നെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ലിങ്ക് ഒഫീഷ്യൽ ICICI ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുവാനുള്ള ആ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകിൽ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇത് കണക്ക് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയി ചെയ്താൽ നിങ്ങൾ റീഡയറക്റ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ ചെല്ലും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുത്തിട്ടുണ്ട്, ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പോകാവുന്നതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ICICI ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇത് നിങ്ങൾ അയച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ
സി വിയും മറ്റുള്ള കാര്യങ്ങളും അവർ നോക്കിയിട്ട് ഇന്റർവ്യൂ ആൻഡ് ഡോക്യുമെന്റേഷൻ, നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായ ചിലപ്പോൾ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്ത ഇമെയിലിൽ നിങ്ങളെ ICICI ബാങ്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മൊത്തം ഈ വീഡിയോ ക്ലിയർ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ CV ഈ ICICI ബാങ്കിന്റെ നിങ്ങളുടെ അതിനകത്ത് ഏതെങ്കിലും അപ്ഡേറ്റ് ചെയ്യുവാനുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ, നിങ്ങളുടെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുവാനുണ്ടെങ്കിൽ CV ഏറ്റവും ഇത് ലേറ്റസ്റ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു പൊസിഷനിൽ CV ഉണ്ടാക്കി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ അടുത്തിടുന്ന ടാറ്റ മോട്ടോഴ്സിന്റെ വേക്കൻസി പറ്റിയാണ്. ആ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഇനി എങ്ങനെയാണ് ഓൺലൈൻ വെബ്സൈറ്റ് നമ്മൾ അപേക്ഷിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് കോപ്പി പേസ്റ്റ് ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ, അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ അതായത് ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇത് ICICI ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്, വേറെ ഒന്നുമല്ല. അപ്പൊ ഇവിടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇവിടെ താഴോട്ട് വന്ന് ഈ പേജ് താഴോട്ടാക്കി നോക്കുക. ഇവിടെ വളരെയേറെ ഇത് കാണുന്നുണ്ട്, കണ്ടോ നിങ്ങൾ? ഒരുപാട് വേക്കൻസി ഇവിടെ ഉണ്ട്, ഒരുപാട് വേക്കൻസി. 1, 2, 3, 4, 5 പിന്നെയും പേജ് കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി മാനേജർ, സെക്യൂരിറ്റി ഗാർഡ്, മാസ്റ്റർ ഡേറ്റ മാനേജ്മെന്റ് ടെക്നോളജി ഗ്രൂപ്പ്, UX ഡിസൈനർ, ടേം ലീഡ്. എനിക്ക് തന്നെ ഇതെന്നാക്കി അറിയത്തില്ല. നിങ്ങൾ പഠിച്ചവരായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ അത്രയും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഓണർ, അങ്ങനെ ഒരുപാട് വേക്കൻസി. ഇനി രണ്ടാം പേജിലോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും വേറെ വേക്കൻസികളാണ് വരുന്നത്. ഇവിടെ താഴോട്ട് വരണം. അപ്പൊ നോക്ക് ഇവിടെ ഇനിയിപ്പൊ നമ്മൾ എങ്ങനെ സെലക്ട് ഇതിന് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയാൽ, നമ്മൾ ഇപ്പം റിലേഷൻഷിപ്പ് മാനേജർ, ഞാനിത് ഡെമോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിന്റെ ഒരു കാര്യം നിങ്ങളെ കാണിക്കുകയാണ്. ഇപ്പം റിലേഷൻഷിപ്പ് മാനേജറിന്റെ ഈ ഒരു പർട്ടിക്കുലർ ഈ പോസ്റ്റിലേക്ക് നമ്മൾ വന്ന്, അപ്പൊ ഇവിടെ ഹൈലൈറ്റ് ആയത്, അപ്പൊ ഇവിടുന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ റിലേഷൻഷിപ്പ് മാനേജറുടെ ഇതിൽ പോയി, അപ്പൊ ഇതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. എസൻഷ്യൽ സർവീസ്, റോൾ ആൻഡ് ലൊക്കേഷൻ, ഫെമിലിറ്റി, എബൌട്ട് ദ റോൾ, ഈ അത് കാര്യങ്ങൾ, കീ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള കാര്യങ്ങൾ, കീ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ്, സക്സസ് ഫാക്ടേഴ്സ്, about the business group, ലൊക്കേഷൻ കേരളത്തിൽ. ഇത് ശ്രദ്ധിച്ചാണ്, ഇങ്ങനെയുള്ള കേരളത്തിലുള്ള ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഇത് ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസി ആണെങ്കിലും, ICICI ബാങ്കിന്റെ ആൾ ഓവർ ഇന്ത്യയിലുള്ള വേക്കൻസി ആണ്. കേരളത്തിലെ ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ വീടിനടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ കെയർഫുള്ളി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യണം. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൽ പോയി ഇവിടെ അപ്ലൈ ഹിയർ എന്നുള്ള ഇത് കണ്ട അപ്ലൈ ഹിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇത് ICICI ബാങ്കിന്റെ ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഇതിനു മുന്നേ ICICI ബാങ്കിന്റെ ഇത് കണക്കുള്ള ജോലി പോർട്ടലിൽ, അതായത് ജോബ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ യൂസർ നെയിം കൊടുക്കണം. ഇവിടെ പാസ്വേഡ് കൊടുത്തിട്ട് ഈ ക്യാപ്ചായി വിട്ട് ഇത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പർട്ടിക്കുലർ ഇതിനകത്തോട്ട് തന്നെ ഈ ക്യാപ്ച ഇട്ടിട്ട് ഇവിടെ ലോഗിൻ ചെയ്താൽ മതി. ഇല്ല, നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇത് കണക്ക് ഇമെയിൽ ID കൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ആൾറെഡി ഇതിനകത്ത് ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ യൂസർ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ന്യൂ യൂസർ ഇച്ചിരി ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ന്യൂ യൂസർ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്പം ഈ ഒരു പേജിലേട്ടാണ് നമ്മൾ വന്നത്. ഈ ഒരു പേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്നാണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ CV നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. CV അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ അപ്ലോഡ് ചെയ്യുക.
അത് കഴിഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ടൈറ്റിൽ എന്നാണ് അത് സെലക്ട് ചെയ്യുക. പിന്നെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം കൊടുക്കുക. ജെൻഡർ എന്നാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കുക. അല്ലെങ്കിൽ അപ്ലൈഡ് ഫോർ പാൻ നമ്പർ എന്നുള്ള പാൻ നമ്പർ അത് കൊടുത്തിരിക്കണം. ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന് താഴോട്ട് പോവുക. ഇത്രയും കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഈ താഴെ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. CV മെയിലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് പോവുക. പിന്നെ ഇവിടെ അക്കാഡമിക് ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് പോയി ഇവിടെ നെക്സ്റ്റ് പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കണം. ഞാനൊന്ന് ചെറുതാക്കി നോക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ഒന്ന് അപ്ലോഡിൽ CV നമ്മൾ ചെയ്ത് അക്കാഡമിക് ഇൻഫോർമേഷൻ നമ്മൾ അത് കൊടുക്കുന്നു, പിന്നെ വർക്ക് എക്സ്പീരിയൻസ്, ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് വരും. എന്നിട്ട് ഈ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് മലയാളികൾക്ക് ഒരുപാട്, നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഒരുപാട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. ഇത് ഇത്രയും ഞാൻ ചെയ്ത് കാണിച്ച്, ഞാൻ അതൊക്കെ ചെയ്താൽ ഒരു 1 മണിക്കൂറെങ്കിലും വീഡിയോ എടുക്കും. ഈ കാര്യമെല്ലാം ചെയ്ത് ഞാൻ ചെയ്യുമ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. വീണ്ടും അത് ചെയ്ത് അപ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാണിച്ച് കാര്യങ്ങൾ നിർത്തുന്നത്. നിങ്ങൾ ഇത് കണക്ക് തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾ അവിടെ ഈ കോപ്പി പേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി. വീഡിയോ ഒരുപാട് നീളുമ്പോഴത്തേക്ക് അത് ശരിയാകത്തില്ല. അതുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം വരികയാണെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ നമ്പറാണ് 9174340074 എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് വാട്സപ്പ് ചെയ്യുക. ഞാനിപ്പോൾ അവിടെ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കും. അപ്പൊ ശരി, ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.